അല്ല സോറി, TPM ബാക്കി കുറച്ച് പേരുണ്ട്. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ ബ്രോ. ഗെയിമിംഗ് എന്താടാ നീ പോയി വിളിച്ചു വന്നാ? നീ എന്താടാ നാസിനെ പഠിക്കണം? നീ ആരുടെ അനീഷാടാ ബിഗ് ബോസ് ഇറങ്ങി വന്നേ? ബിഗ് ബോസിലെ പറഞ്ഞത് കണ്ടാടാ നീ? എന്താടാ വാക്യത്ത് എന്താടാ എന്താടാ വാക്യത്ത് എന്ത് വെച്ചാടാ? മലയാളം മനസ്സിലാവത്തില്ല. മലയാളം പഠിക്കണം നിർബന്ധമല്ലോ ഉണ്ടോ? ചെറിയ പിള്ളേരുടെ തീട്ടം അതിലേക്ക് അതിന്റെ സംസാരം കേട്ടോ. ഒരു ചങ്ങല ഞാൻ മേടിച്ചുതരാം, നിന്റെ കഴുത്തിലിട്ടോ, എന്നിട്ട് പട്ടിപ്പിച്ചിട്ടേരാം. നീ നട്ടിക്കോ. പിന്നെ ഒരു പാത്രത്തിലെ പാല് വെച്ചുതരാം, നക്കി കുടിച്ചാ നീ. മനസ്സിലായാ? എന്തോ കോപ്പി നിന്റെ മുട്ട വെച്ചാടാ, നിന്റെ മുട്ട വെച്ചാ നിനക്ക്. നീ ഏതാ? നീ കുറച്ച് കുറയ്ക്കാൻ പിടിച്ചിട്ടോ. മനസ്സിലായാ? സംസാരിക്കാൻ ചാന്തോട്ടല്ല നമ്മൾ. മനസ്സിലായാ? നിന്നെ പോലെ ചാന്തോട്ടല്ല, കുറയ്ക്കാൻ പിടിച്ചിട്ട് വേണം വാണമേ. നീ കോണന്മാര് മോന്തയ്ക്ക് ഒട്ടിച്ചവന്മാരുടെ അടുത്തൊന്ന് കൊണയ്ക്കാൻ തന്നെ എന്റെ വില പോകും. മനസ്സിലായാ? മിണ്ടാണ്ട് പോടാ. വേറെ വല്ല പഠിക്കും പോടാ. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാതെ വേറെ വല്ല പഠിക്കും പോ. നീ വേറെ വല്ല പഠിക്കുമ്പോ നിന്റെ പണി എന്താ? നിന്റെ പണി എന്താ? വായിൽ കോണാൻ കെട്ടിയല്ലേ മാസ്ക്? നമ്മളെ സൈഡിൽ അനൗൺസ്മെന്റ് ഇട്ട് കൊണ്ടുവരും. പട്ടികൾ കുറെ ഇറങ്ങിയിട്ടുണ്ട് കൊരക്കാനായിട്ട്. വീട്ടിലെ പോണോ? എനിക്ക് വീട്ടിലെ പോണോ? എന്താ കളി കിട്ടി എനക്ക്? എന്താടാ കളി എന്തൊരു ക്യാരിയാടാ നിനക്ക് കളി പണി? മറ്റേ ഫ്രസ്ട്രേഷൻ മൂത്തിരിക്കുന്ന ടീംസാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്ത വന്ന് പറയണേ കൊണേരുടെ ഇടയിൽ POV എടുക്കണേ ദോപ്പൈ എല്ലാം കേട്ടു. നല്ല എന്ത് പറയാനാടേ? കുറച്ചു നേരം ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ചുമ്മാ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നു. കണ്ണേം ചെയ്യുന്നു. ഞാൻ മാന്യമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞു അനൗൺസ്മെന്റ് ഇട്ട് കഴിഞ്ഞു. അത് ഇനി അവന്മാര് വരട്ടെ. അവന്മാര് ചുമ്മാ SJ എടുത്ത് ചുമ്മാ കൊണച്ചോണ്ട് വന്നടാ. കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? കുറച്ചു നേരമായി. SJനെ കൊല്ലുകയും ചെയ്തടാ. എന്നിട്ടും മിണ്ടാണ്ടിരിക്കുന്ന എങ്ങനെ സിറ്റുവേഷൻ എനിക്കറിയത്തില്ല. അവന്മാർക്ക് ചുമ്മാ കടന്ന് ചൊറിഞ്ഞോണ്ട് വരുന്നേ. ഓരോ സേഫ് സോണിൽ വെറുതെ ചുട്ടറിയണ്ട. എനിക്കറിയത്തില്ല. ഇവന്മാര് മറ്റേ ഈ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നടക്കുന്ന കുറച്ച് ടീംസുകളാ. പറഞ്ഞിട്ട് കാര്യമല്ലോ. വന്നല്ലോ കിച്ചു.
അപ്പുക്കുട്ടനാണല്ലോടാ അവൻ പറയുന്നത്. എടാ കുറച്ച് ഏതാണ്ട് കറുപ്പിട്ട് കുറച്ച് ടീംസുകൾ ഏർപ്പണ്ടാ പിച്ച്. ചുമ്മാ ചുമ്മാ അവന്മാര് വെറുതെ ഓരോരോ വെറുതെ ഉണ്ടാക്കുക. എന്തിനാണോ എന്തോ വേറെ പണിയില്ലാതെ കുറെ എണ്ണങ്ങൾ വാങ്ങിയിട്ടുണ്ട് മനുഷ്യന്റെ ഉള്ള മൂഡ് കളയാനായിട്ട്. അവിടെ ഒന്നും ചെയ്തില്ല. ഞാൻ മര്യാദക്ക് ഇവിടെ എടാ വെറുതെ നിക്കുക. ഞാനും ഇവനും നമ്മള് ഇവിടെ ഇരുന്ന് നമ്മള് ചുമ്മാ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് കഴിഞ്ഞ ട്രിഗറിങ് കഴിഞ്ഞല്ലേ ഇനി സേഫ് സോണിൽ നിക്കല്ലേന്ന്. സോറി എടാ വാടാ ഒരു വണ്ടി എടുത്ത്. എനിക്ക് ഹെൽമെറ്റ് ഒന്നുമില്ല. കോപ്പി ഫയറിംഗ്. ലോഡാവ്. ഇറക്കുണ്ട് വിട്ടുവരും. ബോഡി കയറിയുണ്ട്. കത്തിക്കാനാണ് കേട്ടോ, നോക്കണേ. കുറച്ചു നേരം മുമ്പ് ഇവിടെ ഒരു വാക്ക് തർക്കം ഉണ്ടായിരുന്നടാ ഇവിടെ മുതുക്കിവിടെ വെച്ച്. EMS ഇല്ല. എന്തൊക്കെയായിരുന്നു? SJ കോഡ് റോബ്ലൂസി ബ്രോക്കൺ. അരങ്ങാട്ടിരിക്കട പേര് കാണാൻ പറ്റുന്നുണ്ട്. കൊച്ചു ഇവിടെ ബേൺ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും കാണുന്നില്ല. ടെസ്റ്റർ ഫുള്ള് പോയി കിടക്കും. കത്തിക്കുകയാണെങ്കിൽ അത് അടുത്തുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അടിക്കണമെന്ന് പറഞ്ഞു. അവിടെ കത്തിക്കുന്നവരെയൊക്കെ കിട്ടും. ഇവിടെ കറക്റ്റായിട്ട് തന്നെയല്ലേ പറയണ. POV ഉണ്ടല്ലോ അല്ലേ? POV എടാ 3 പേര് കത്തണത് ഞാൻ കണ്ടായിരുന്നു. അവരുടെ ഇത് നോക്കിയാ മതി, ഇന്റൻഷൻ നോക്കിയാ മതി. അതല്ലടാ നിന്റെ POVയില് കണ്ടോന്ന് ചോദിച്ചേ. എനിക്കിവിടെ ഒന്നും കാണുന്നില്ല. ആൾക്കാർ ഇങ്ങനെ തലയുടെ പറ്റി വന്നു. വിട്ടോ ഇവനെ വിട്ടാ ചെക്കനെ വിട്ടാ. അല്ലല്ല സബ് ഗുരുവിന്റെ ഹെലിയ അല്ലാതെ അപ്പ് കൂട്ടണ. സാബുലിന്റെ ഹെലിയാണ് അവന്റെ ഗാരേജിലോട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡൊമിനിക്കിനെ അടിച്ചാ എല്ലാരോടും ഒരുമിച്ച്. ഓ മൈ ഗാഡ്, അവൻ വണ്ടി ഫിക്സ് ഒക്കെ വന്നേക്കുന്നു. ഏതാ കണ്ടി ഡൊമിനിക്ക് കണ്ടി കഴിഞ്ഞടാ നിന്റെ കഴിഞ്ഞടാ. കിടക്കടാ കുട്ട കിടക്ക് കുട്ട. തുണക്കുമ്പോ ഇത് വേണം കേട്ടാ. ആൾവനൊക്കെ ഉണ്ടായിട്ട് വാ കേട്ടാ. വലിയ ഗുണമായിരുന്നില്ല. തൊണ്ട നിറയ്ക്കണം. ബെസ്റ്റ് പ്ലെയർ പോയി ബെസ്റ്റ് PV പ്ലെയറിന് ടേക്കുമാണ്. 1v6 അടിക്കാൻ വന്നേക്കുന്നത്. കാണിയുടെ പേരെന്താ? ആരോ ഗ്യാങ് ആണോ?
ആ ഓക്കെ ഓക്കെ. ചിലമാർക്ക് ഗ്യാങ് പറയാൻ ഇതാണ്, ചില കണ്ടികൾക്ക് ഗ്യാങ് പറയാൻ മടിയാണ്. TV ട്രിക്കിയൊക്കെ സബ് ആക്കിയിട്ടുണ്ട് പണ്ട്. ഹലോ ഹലോ